നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ വല്യേട്ടൻ എന്ന സിനിമയുടെ രണ്ടാമതും അവരൊരു ട്രെയിലർ ഇറക്കിയിരുന്നു. പക്ക ക്വാളിറ്റി തന്നെയാണ് ആ ട്രെയിലർ ഇറക്കിയിരുന്നത്. അറക്കൽ മാധവനുണ്ണി എന്ന മമ്മൂക്കയുടെ ആ കഥാപാത്രം ഇന്നും നമ്മുടെ മനസ്സിൽ മങ്ങാതെ മായാതെ നിൽക്കുകയാണ്. കാരണം ആ ഒരു സിനിമ ആ കാലഘട്ടത്തിൽ തിയേറ്ററിൽ പൂരപ്പറമ്പാക്കിയെങ്കിൽ ഇന്ന് ഒരു പുതിയ തലമുറയ്ക്ക് വീണ്ടും ആ തിയേറ്ററിൽ പൂരപ്പറമ്പാക്കാനായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 29-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. വമ്പം പ്രൊമോഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു റീ റിലീസ് സിനിമയ്ക്ക് ഇത്രയധികം പ്രൊമോഷൻ കൊടുത്തിട്ടുള്ളത് എനിക്കൊന്നും ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും മമ്മൂക്കയുടെ ആരാധകരും സിനിമ ഇഷ്ടപ്പെടുന്നവരും എന്തായാലും ആ രണ്ട് ട്രെയിലറും ആരാധകരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കായി കൂടാതെ പ്രിയപ്പെട്ട ലാലേട്ടനും അതോടൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നസ്ലിൻ, ഉണ്ണി മൂന്നൻ, അങ്ങനെ വലിയൊരു താരനിര തെന്നിന്ത്യയിൽ നിന്ന് തന്നെ ആണെങ്കിൽ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നു. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സിനിമ, പണം മുടക്കുന്ന സിനിമ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു സിനിമ ഓരോ അപ്ഡേഷന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നമുക്കിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മമ്മൂക്കയുടെ ഒരു വീഡിയോ കാണാം. നമ്മുടെ വിജയരാഘവൻ മമ്മൂക്കയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ മമ്മൂക്കയെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സിനിമാ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ശരിക്കും മമ്മൂക്ക ആരാണ്? മനസ്സിൽ മമ്മൂക്ക എന്ന് ഓർക്കുമ്പോൾ എന്താണ് വരിക? എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരാളാണ്. അതിനെപ്പറ്റി പലതും ഒക്കെ പറയാറുണ്ട്. സാധാരണ ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ഈ പറഞ്ഞാൽ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്ത് ചെല്ല് പറയല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തോന്നുന്ന ചിലപ്പോൾ പറയും. അങ്ങനെ പറയുമ്പം ചിലപ്പോൾ ഒരു ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ലായിരിക്കും അത്. പക്ഷേ ഇത്ര വലിയ അപകടവും അല്ല പറഞ്ഞുകൊണ്ട്. മമ്മൂട്ടി അങ്ങനെ പറയാവോ എന്നൊക്കെ ചിലർ പറയും. അതൊക്കെ ആയിരിക്കാം. അതിൽ വളരെ വളരെ നല്ലൊരു സാധാരണ മനുഷ്യനാണ്. കണ്ടിരിക്കുന്ന ആളിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഇന്നും അയാൾക്ക് പുതിയ റോളുകൾ അഭിനയിക്കണം, പുതിയ സിനിമ ഉണ്ടാവണം, സിനിമയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോഴും പുള്ളിക്ക് ഇപ്പൊ ഇന്നലെ അഭിനയിക്കാൻ വന്ന ഒരു നടനെ പോലെയാണ് പുള്ളി അവരെക്കാട്ടിലൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അടുത്തൊരു പടം ചെയ്യാൻ, ഒരു പടം നല്ല പടം ചെയ്യാൻ തന്നെ പരിപാടി. ഇത് ഇങ്ങനത്തെ ഒരു കൊച്ചുകുട്ടിയെ പോലെ മനസ്സിൽ സിനിമയെ താലോലിക്കുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുള്ളിക്കൊരു ഒരാഴ്ച പോലും വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അഭിനയിക്കണം, അത്രമാത്രം സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ചെയ്യുന്ന പ്രൊഫഷനോട് 100% അത് കാണിക്കാൻ വേണ്ടില്ല, അതിനോട് അത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരാളെ എനിക്ക്. മമ്മൂക്കയെ കുറിച്ച് വിജയരാഘവൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. സത്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ സിനിമ എന്ന് പറയുന്ന ആ ഒരു കലയെ ഇത്രയധികം അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഈ 2021 തൊട്ട് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങളും നമ്മളെ സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഇപ്പോഴത്തെ യുവ പ്രതിഭകളോടൊപ്പം കടപിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. മമ്മൂക്കയുടെ മുമ്പിൽ സിനിമ മാത്രമേ ഉള്ളൂ. മമ്മൂക്കയുടെ മുമ്പിൽ മമ്മൂക്കയുടെ മുമ്പിൽ സിനിമ മാത്രമേ ഉള്ളൂ. മറ്റൊന്നും പുള്ളിക്ക് ഒരു തടസ്സമല്ല. കാരണം മരണം വരെയും ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കും, അത് ഇനി മരണം വരെയും ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറയുന്ന പല ഇന്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പം മമ്മൂക്കയുടെ ഇനി തിയേറ്ററിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിട്ടുള്ള ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് ഇനി തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ബസൂക്ക എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിലേക്ക് എത്താനുണ്ട്. ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ അപ്ഡേഷൻ നമുക്ക് അറിയാനുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറക്കണ്ട, വല്യേട്ടൻ 29-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുകയാണ്. സിനിമ കാണാത്ത എല്ലാവരും തിയേറ്ററിലേക്ക് പോവുക. കാരണം ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. മമ്മൂക്ക അഴിഞ്ഞാടിയിട്ടുള്ള സിനിമ തന്നെയാണ് വല്യേട്ടൻ. അപ്പോൾ വല്യേട്ടൻ കാണാനായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക. നമ്മൾ സിനിമ കണ്ടതിന് ശേഷം സിനിമയുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് തന്നെ നമ്മളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച.